ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കി നോക്കാം. കൊറിയൻ ചിക്കൻ വിങ്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരു ഫേമസ് ഫുഡും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ചിക്കൻ വിങ്സ് ആണ് വേണ്ടത്. സ്കിന്നോട് കൂടി തന്നെ എടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തതിൻ്റെ വെള്ളം മുഴുവനായിട്ടും തന്നെ കളഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള വിങ്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമല്ല നമ്മൾ ചേർക്കുന്നത്, മുട്ടയാണ്. അപ്പോൾ മുട്ട മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരെണ്ണം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മുട്ട വെച്ചിട്ട് വേണം ഇത് കംപ്ലീറ്റ് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം മിക്സ് ആക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് നനഞ്ഞ് സോഫ്റ്റായി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കിട്ടും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ പാനിനകത്തേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതിൽ ഞാനൊരു 3 വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കവറിങ് പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ, മുട്ടയല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കവറിങ് വിട്ടുപോരും. അപ്പോൾ കുറച്ച് സമയം വെച്ച് അതൊന്ന് നന്നായിട്ട് കവർ ചെയ്തൊന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്നൊക്കെ ഒരു ഫ്ലേവറാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ഫ്രൈ ചെയ്ത ചിക്കൻ വിങ്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി സോയാ സോസ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോട്ട് സോസ് അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളല്പം ഹണി ചേർക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഷുഗർ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വിങ്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് ഫുഡൊക്കെ മിക്സ് ആക്കുന്ന പോലെ പാൻ വെച്ചിട്ട് തന്നെ കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് കവർ ചെയ്ത് കിട്ടണം. ഈ ഒരു വിങ്സ് കംപ്ലീറ്റും ഈ ഒരു സോസ് കൊണ്ട് കവർ ചെയ്ത് കിട്ടണം. ഇതിന് മുകളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു സോസ് കംപ്ലീറ്റ് ഈ ഒരു വിങ്സിൽ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം കൂടെ വൈറ്റ് എള്ളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്